റീഫിൻ്റെ ബ്ലൂസ്റ്റ് എന്നുള്ളൊരു പെർഫ്യൂം കണ്ടപ്പോൾ തന്നെ വാങ്ങണമെന്ന് ആഗ്രഹിച്ചൊരു പെർഫ്യൂമാണ്. കാരണം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ ചൂട് സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂം. അപ്പോൾ എന്ന് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു പെർഫ്യൂം സമ്മർ യെല്ലോ ഓർഡർ ചെയ്ത സമയത്ത് ഇതും ഒരുമിച്ച് ഓർഡർ കൊടുത്തു. അപ്പോൾ ഈ ഒരു പെർഫ്യൂം ഞാൻ അന്ന് ഇത് കയ്യിൽ കിട്ടിയ സമയത്ത് തന്നെ സമ്മർ യെല്ലോ കിട്ടിയ സമയത്തിന് ഇതും എൻ്റെ കയ്യിൽ കിട്ടി. ഞാനിത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് അന്ന് YSL EDP ഒരു മണമാണ് എനിക്ക് കിട്ടിയത്. ഞാനത് മാറ്റി വെച്ചു, കുറച്ച് കഴിഞ്ഞിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അന്ന് എനിക്ക് നല്ലപോലെ മണം പിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം 2 ദിവസം മുമ്പ് ഞാൻ വീണ്ടും ഇത് വിസിറ്റ് ചെയ്തപ്പോൾ ആ മണമൊക്കെ അങ്ങ് മാറി, ഇത് വേറൊരു മണമായിട്ട് മാറി. അപ്പം ഇന്ന് നമുക്ക് റിവ്യൂ ഉള്ള ഈ ഒരു പെർഫ്യൂമാണ്. അപ്പോൾ ബ്ലൂസ്റ്റ് എന്ന പെർഫ്യൂം റീഫിൻ്റെ ഒരു സമ്മർ അക്വാട്ടിക് ഫ്രഷ് കാറ്റഗറി വരുന്നൊരു പെർഫ്യൂം. നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു DNA ആണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അവരുടെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന നോട്ട്, ടോപ്പ് നോട്ട് കാർഡമം, മിഡിൽ നോട്ടിൽ ഐറിസ്, ബേസ് നോട്ടിൽ ആംബർ, ഈ 3 നോട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. ബേസിക്കലി ഇതൊന്നും അല്ല കിട്ടുന്ന മണം. ഇനി മണത്തിലേക്ക് പറയാം. ആദ്യം ഇതിൻ്റെ പാക്കേജിങ്, റീഫിൻ്റെ പാക്കേജിങ് അറിയാലോ, ഒരു ഹെക്സഗോൺ ടൈപ്പ് ആയിട്ടുള്ളൊരു ബോക്സ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ റീഫ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. 200 ml ആണ്, പെർഫ്യൂമാണ് ഓയിൽ കോൺസെൻട്രേഷൻ വരുന്നത്. മുകളിലും റീഫ് ഒന്ന് കാണാം. ഓക്കെ, ഇങ്ങനെയാണ് 200 ml ബോട്ടിൽ. താഴെ ഒരു ഡാർക്ക് ബ്ലൂ, മുകളിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കളർ. ഇവിടെ ബ്ലൂസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല എടുത്ത് കാണിക്കാനും പറയത്തക്ക. ക്യാപ്പ് ഇതൊരു മെറ്റൽ ക്യാപ്പാണ്. സ്പ്രെയർ നല്ല സ്പ്രെയറാണ്, പ്രഷറൈസ് ചെയ്തിട്ടുള്ള സ്പ്രെയർ. ഓക്കെ ഓക്കെ സോ അപ്പം മറ്റു റിവ്യൂ കണ്ടപ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കാർഡമം കിട്ടുന്നുണ്ടെന്ന് പറയുന്നു, ഐറിസ് കിട്ടുന്നുണ്ടെന്ന് പറയുന്നു, ആംബർ. അപ്പം മെയിനായിട്ടും റിവ്യൂ കണ്ടപ്പോൾ അവർ പറയുന്നതൊക്കെ ഈ ഏലക്കയുടെ മണവും പിന്നെ ഐറിസിൻ്റെ മണമൊക്കെയാണ് പറയുക. രണ്ടും എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള നോട്ടുകളാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ആദ്യം ട്രൈ ചെയ്തപ്പോൾ ഇത് കിട്ടിയ അന്നേരം ഞാൻ കവർ പൊട്ടിച്ചടിച്ചു. അന്ന് എനിക്ക് YSL EDP അടിച്ച അതേ ഫീൽ. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് YSL EDP ഇറങ്ങിയ സമയത്ത് എൻ്റെ നാട്ടിലൊരാൾ വാങ്ങി, അയാളെ ചെന്ന് കണ്ടുപിടിച്ചു, ചെന്ന് ട്രൈ ചെയ്തു. അന്ന് എനിക്കൊരു വാ ഫാക്ടർ കിട്ടി. അപ്പോൾ അതിനുശേഷം വീണ്ടും എനിക്ക് YSL EDPയുടെ മണമായിട്ടാണ് എനിക്ക് അന്ന് ഇത് ട്രൈ ചെയ്തപ്പോൾ കിട്ടിയത്. ഞാൻ മാറ്റി വെച്ചു, ഇത് YSL EDPയുടെ ആയിരിക്കണം. ഞാൻ കൂടുതൽ റിവ്യൂ ഒന്നും കാണാനൊന്നും പോയില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇതൊന്ന് വിസിറ്റ് ചെയ്തപ്പോഴാണ് ചേട്ടാ എൻ്റെ നിലപാട് തന്നെ മാറ്റിക്കളഞ്ഞത്. മണം അതല്ല എൻ്റെ മണം. ഇപ്പോഴാണ് ഒന്ന് സെറ്റായത്. ശരിക്കും ഓപ്പണിങ്ങിൽ കിട്ടുന്നത് ഞാൻ പറയാം, ഇത് ഡിയോർ സവാഷിൻ്റെ സ്മെല്ലാണ്. ഇതിന് ഡിയോർ സവാഷ്, പഴയ ഡിയോർ സവാഷ് EDT. ഡിയോർ സവാഷ് ആദ്യം ഇറക്കിയത് EDT കോൺസെൻട്രേഷനാണ്. ഡിയോർ സവാഷ് EDTക്ക് ഒരു പെപ്പറി, ആംബ്രോക്സൻ, അല്പം സ്വീറ്റ്നസ് വരുന്നൊരു നോട്ടുണ്ട്. സോ അതാണ് ഇതിൻ്റെ മണം. നിങ്ങൾക്ക് ബോഡിയിൽ അടിക്കുമ്പോൾ ഡിയോർ സവാഷും എയറിൽ ഒരു കാർഡമം സോഡ ടൈപ്പ് സ്മെല്ലായിട്ട് എയറിൽ കിട്ടും. ഏലക്ക ഇട്ട് മധുരമുള്ള ഐസ്ക്രീം സോഡ വിത്ത് കാർഡമം നോട്ടുള്ള ഒരു മണമായിട്ടാണ് എയറിൽ കിട്ടുന്നത്. പക്ഷെ ബോഡി കിട്ടുമ്പോൾ കഥ വേറെയാണ്. ഇവിടെ നമുക്ക് ആ ഒരു ഡിയോർ സവാഷിൻ്റെ ഒരു സ്മെല്ലും പിന്നെ ഡിയോർ സവാഷും YSL EDP, എവിടെയൊക്കെ YSL EDP വരുന്നുണ്ട്, YSL EDP വന്നു പോകുന്നുണ്ട്. പക്ഷെ കൂടുതലും ഡിയോർ സവാഷിൻ്റെ ആംബ്രോക്സൻ ഹെവി നോട്ട് ചേർത്തുള്ളൂ. അതിന് ഐസോയി സൂപ്പർ അതിവിടെ കൊടുത്തിട്ടില്ല. പക്ഷേ ഐസോയി സൂപ്പറിൻ്റെ ഒരു മോളിക്യൂൾസിൻ്റെ ഒരു സ്മെൽ അത് നമുക്ക് നല്ല രീതിയിൽ എയറിൽ കിട്ടുന്നുണ്ട്. ബോഡിയിൽ ഞാൻ ആദ്യം ഡിയോർ സവാഷ് EDT വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സമയത്ത് ട്രൈ ചെയ്ത അതേ മണമാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. 1-2 പേരോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞത് തന്നെയാണ് ഡിയോർ സവാഷിൻ്റെ മണമെന്നാണ് പറയുന്നത്. ക്ലീൻ, ഫ്രഷ്, കുളിച്ചിട്ട് നല്ല മെന്തോളിൻ്റെ ഫ്ലേവർ അല്ലെങ്കിൽ നല്ല മിൻറ്റിൻ്റെ ഫ്ലേവർ അല്ലെങ്കിൽ നല്ല ക്ലീൻ ഫ്ലേവറുള്ള ഒരു ഷവർ ജെൽ ടൈപ്പ് സ്മെല്ല് അല്ലെങ്കിൽ നല്ലൊരു സോപ്പി ക്ലീൻ സ്മെല്ല് കുളിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ കിട്ടുന്നൊരു എഫക്റ്റ്. സോപ്പി ക്ലീൻ ഷവർ ജെൽ ടൈപ്പ് എഫക്റ്റ്. അതെ, ഒരു ഷവർ ജെൽ ടൈപ്പ് എഫക്റ്റാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ. അതുപോലെ തന്നെ ബ്ലൂ, അക്വാട്ടിക്, ഫ്രഷ്, കുറച്ച് സ്വീറ്റ്, കുറച്ച് ആംബറൊക്കെ ചേർന്ന് വരുന്നൊരു മണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മണം. വളരെ ഓഫീസ് ഫ്രണ്ട്ലി, ഒഫൻസീവ് അല്ല. ഇത് വളരെ എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു DNA ആണ്. കാരണം ഈ YSL EDP, ഡിയോർ സവാഷ്, ബ്ലൂ ഡേ ചാനൽ, ക്രീഡ് അവെൻറ്റേഴ്സ് ഇതൊക്കെ ഓൾറെഡി സക്സസ് ആയിട്ടുള്ള DNAകളാണ്. അപ്പോൾ ആ ഒരു സെയിം DNA ആണ് ഇതിനുള്ളത്. ഇപ്പോൾ ഡിയോർ സവാഷ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഡിയോർ സവാഷിൻ്റെ ആ ഒരു പെർഫോമൻസ് ഇപ്പോൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു റീഫ് ബ്ലൂസ്റ്റ് വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ ഉചിതമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതേ സെയിം സ്മെല്ല് തന്നെയാണ്. പിന്നെ കുറച്ചും കൂടി ഒരു സ്മൂത്ത് ആണ്. ഡിയോർ സവാഷിൻ്റെ അത്ര പെപ്പറി ഓപ്പണിംഗ് ഇല്ല. പക്ഷെ ഇതിനകത്ത് പെപ്പറി നോട്ടിന് പകരം കുറച്ച് കാർഡമം നോട്ടാണ് ഓപ്പണിംഗ് വരുന്നത്. കാർഡമം വിത്ത് ബ്ലൂ നോട്ട്സ് ചേർത്തിട്ടുള്ള ഒരു പക്ക ബ്ലൂസ്റ്റ്. ഈ പേര് പറയുന്ന പോലെ തന്നെ ഒരു ബ്ലൂസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം. യൂസ് ചെയ്യേണ്ടത് ഓഫീസിൽ യൂസ് ചെയ്യുക. ഹൈ ഹീറ്റ് വേണം. വെയിൽ കൂടുതൽ തട്ടുന്നോറും ഇത് കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യും. അപ്പോൾ വെയിലത്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. രാവിലെ യൂസ് ചെയ്യാം, ഓഫീസിൽ AC ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഹൈ ഹീറ്റിൽ വേണം ഇത് യൂസ്. ചൂടുള്ള സമയത്ത് വേണം ബ്ലൂസ്റ്റ് യൂസ് ചെയ്യാനുള്ളത്. പിന്നെ ഇതിൻ്റെ ലോങ്ജിവിറ്റി 7 മണിക്കൂറാണ്. പിന്നെ സൗദി അറേബ്യൻ ബ്രാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫോമൻസിൽ ഒരു വിട്ടുവീഴ്ചയില്ല. 7 മണിക്കൂർ പെർഫോമൻസ് ഉണ്ട്. ആദ്യത്തെ 3 മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ. റെക്കമെൻഡ് ചെയ്യുന്ന സ്പ്രേ 10 സ്പ്രേ. കാലാവസ്ഥ ഹൈ ഹീറ്റ് ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം. ഇതൊരു യൂണിസെക്സ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഡിയോർ സവാഷ് ഇഷ്ടപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ വാങ്ങുക. അതുപോലെ തന്നെ ബ്ലൂ
ടൈപ്പ് അക്വാറ്റിക് ടൈപ്പ് ഫ്രഷ് ഓഫീസിൽ യൂസ് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മണം, ഡെയിലി ഉപയോഗിക്കാൻ ഒരു പെർഫ്യൂം, അതാണ് ബ്ലോസ്റ്റ്. ഇതിൻ്റെ വില വരുന്നത് 200 ml 8-9 രൂപ വില വരുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് വാങ്ങാം. നുസൂഖിൻ്റെ അറ്റീക്കോ, ഈ ഒരു പെർഫ്യൂം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള 1-2 പേരാണ് റെക്കമെൻഡ് ചെയ്തത്. അതായത് നമ്മൾ സെർച്ച് ഓഫ് നാക്സോസ് റിവ്യൂ ചെയ്തതിന് ശേഷം ഈ ഒരു പെർഫ്യൂം റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ ചോദിച്ചു. വേറെ ഒന്നുമില്ല, നാക്സോസ് വാങ്ങാൻ 10-18,000 രൂപ മുടക്കി ബഡ്ജറ്റ് ഇല്ലാത്തവരാണ് എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞത്. ചേട്ടാ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഞങ്ങൾ വാങ്ങിയിട്ട് വർക്കൗട്ട് ആയാലും പിന്നെ പൈസ പോവില്ല, ചേട്ടനൊന്ന് വാങ്ങി നോക്കാൻ പറയും. അങ്ങനെ ഞാൻ ജസ്റ്റ് റിവ്യൂ കണ്ടു. ഞാൻ 1-2 പേരോട് ചോദിച്ചു, കയ്യിലുള്ളവരോട് ചോദിച്ചു, പറഞ്ഞ് നല്ല പെർഫ്യൂമാണ്, ക്വാളിറ്റി ജ്യൂസാണ്. പിന്നെ നുസൂഖിനെ നമ്മൾ അൽ മുക്തലിഫൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അഭിപ്രായം കിട്ടിയ പെർഫ്യൂമാണ്. അങ്ങനെയാണ് ഈ ഒരു പെർഫ്യൂം വാങ്ങുന്നത്. അപ്പോൾ നാക്സോസിൻ്റെ ഇൻസ്പയർഡിൽ വരുന്ന ഒരു പെർഫ്യൂം. അപ്പോൾ നാക്സോസ് എനിക്കറിയാം നിങ്ങളുടെ പലരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂമാണ് നാക്സോസ്. ഓക്കെ, അപ്പം പാക്കേജിങ് ഇങ്ങനെയാണ്. ഇത് എക്സ്ട്രാ ഡേ പെർഫ്യൂം കോൺസെൻട്രേഷനിലാണ് വരുന്നത്. അപ്പോൾ അതിനർത്ഥം സ്ട്രോങ് ആയിരിക്കും. വലിയ പെട്ടി, കട്ടിയുള്ള പെട്ടി, 100 ml ഉണ്ട്. പിറകിൽ തന്നെ നോട്ട് കൊടുത്തിട്ടുണ്ട്: ലൈം, ഗ്രേപ്പ് ഫ്രൂട്ട്, ആംബർ, ഹണി, സിനമൺ. മിഡിൽ നോട്ടിൽ ലാവൻഡർ, ജാസ്മിൻ, ഡ്രൈഡ് ടൊബാക്കോ. ബേസ് നോട്ടിൽ വാനില, ഓർക്കിഡ്, ക്യൂമറിൻ, മസ്, സീഡാറൂട്ട്, ടോങ്ക. അതായത് സെർജോഫിൻ്റെ നോട്ടുകളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, വ്യത്യാസമൊന്നുമില്ല. ബാക്കിൽ ഇൻഫർമേഷനും കാര്യങ്ങളും. ഇവിടെ നോട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ലത്താഫ കമറയുടെ ഒക്കെ പോലത്തുള്ള ഒരു ബോട്ടിൽ ഡിസൈനാണ്. കൊള്ളാം. ജ്യൂസിൻ്റെ കളർ ഉണ്ടല്ലേ, ഈ കളർ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് സ്ട്രോങ് ആയിരിക്കും. നല്ലൊരു ബോട്ടിൽ ഡിസൈൻ. ക്യാബിന് അത്യാവശ്യം ഭാരമുണ്ട്. തൽക്കാലം ബോക്സ് മാറ്റി വയ്ക്കാം. ഞാനിത് ശരിക്കും ഇത് വന്ന സമയത്ത് എനിക്കിതിൻ്റെ കാര്യം മറന്നുപോയി. ഇത് നാക്സോസിൻ്റെ ആണെന്നുള്ള കാര്യമേ എനിക്ക് മറന്നു. കാരണം ഒരു 10-12 പെർഫ്യൂംസ് ഒരുമിച്ച് വന്ന കൂട്ടത്തിലാണ് ഈ ഒരു പെർഫ്യൂം വന്നത്. എനിക്ക് മറയുള്ളതുകൊണ്ട് ഞാൻ ഈ കാര്യം വിട്ടുപോയി. എന്നിട്ട് ഒരു ദിവസം ഇതൊന്ന് കവർ പൊട്ടിച്ച് അടിച്ചപ്പോഴാണ് എനിക്ക് ഭയങ്കര ഒരു ഫെമിലിയർ ആയിട്ടുള്ള മണം. പക്ഷേ എന്താണ് മണം എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നല്ല മണം. എൻ്റെ ഇടത്തെ കയ്യിൽ അറബിയാത്തൊരു ഒരു പെർഫ്യൂം ഉടനെ റിവ്യൂ ചെയ്യുന്നുണ്ട്, ആ ഒരു പെർഫ്യൂമും വലത്തെ കയ്യിൽ ഈ ഒരു പെർഫ്യൂമിൻ്റെയും ഇതടിച്ച്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മണം നന്നായിട്ട് പോപ്പപ്പ് ചെയ്യുന്നു. ഇതെന്തിൻ്റെ മണമാണെന്ന് പലതവണ ആലോചിച്ചിട്ട് എത്തും പിടിയില്ല. പിന്നീടാണ് എനിക്ക് മണം മനസ്സിലായി, ഇത് നാക്സോസിൻ്റെ സ്മെല്ലാണെന്ന്. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂമിനാണല്ലോ നമ്മൾ നാക്സോസിൻ്റെ പേരും പറഞ്ഞ് വാങ്ങി തന്നെ ഞാൻ ഓർത്തത്. ഇനി ഇതിൻ്റെ ട്രൈ ചെയ്തിട്ട് ഞാൻ പറയാം. സ്പ്രെയർ, നല്ല സ്പ്രെയർ. എനിക്ക് മണം നോസ് ബ്ലൈൻഡ് ആയി. ഇതിൻ്റെ ഓപ്പണിങ്, അതായത് സെർജോഫിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഒരു ഹണി, ലാവൻഡർ, ടൊബാക്കോ, അതാണ് സെർജോഫിന് ഓപ്പണിംഗ് വരുന്നത്. ഇവിടെ ടൊബാക്കോ അല്ല വരുന്നത്. ടൊബാക്കോയ്ക്ക് പകരം വാനില, ഹണി, സിനമൺ. ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. വാനില, ഹണി, സിനമൺ. ഒറിജിനൽ സെർജോഫിൽ ഹണി, ലാവൻഡർ, ടൊബാക്കോ. അപ്പോൾ ഇവിടെ ഒരു വാനിലയുടെ ഓപ്പണിംഗ് നമുക്ക് നന്നായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഒരു സിനമൺ, പട്ടയുടെ ഒരു മണം. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സെർജോഫ് നാക്സോസിന്റെ മണം കയറി വരും. അപ്പോൾ ഇതൊരു സെർജോഫ് നാക്സോസിന്റെ DNA ഇൻസ്പയർഡ് ചെയ്തിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. അതിന്റെ അതേപടി കോപ്പി അല്ല, അതിന്റെ ഒരു ഇൻസ്പയർഡ്. നിങ്ങൾക്ക് സെർജോഫ് നാക്സോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിന് ശേഷം മിഡിൽ നോട്ടിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ സ്പ്രേക്ക് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നാക്സോസ് ആയിട്ട് മാറുകയും അത് കഴിഞ്ഞിട്ട് ഇതിന് വേറൊരു ടൈപ്പ് മണം, അതായത് നാക്സോസിന്റെ മിഡിൽ നോട്ടിലെ മണമല്ല ഇതിന് വരുന്നത്. അവിടെ വേറൊരു ട്വിസ്റ്റ് വരും. ഈ മിഡിൽ നോട്ട് കഴിയുമ്പോൾ പിന്നെ വരുന്നത് പക്ക നാക്സോസിന്റെ ഡ്രൈഡോൺ എന്താണോ അതിന്റെ ഡ്രൈഡോൺ ആണ് ഇതിനുള്ളത്. ഓപ്പണിംഗിൽ ചെറിയൊരു ട്വിസ്റ്റ് വരും. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നാക്സോസിന്റെ മണമായിട്ട് മാറും. പിന്നെ അത് കഴിഞ്ഞ് മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ വേറൊരു ദിശയിലേക്ക് മണം മാറും. പിന്നീട് വീണ്ടും നാക്സോസിലേക്ക് വരും. അപ്പോൾ അല്പം ടെസ്റ്റുകളും ലെയറുകളുള്ള ഒരു മണമാണ് അത്വിക്കിൻ്റെത്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, സിന്തറ്റിക് ആയിട്ട് എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ്. ചീപ്പായിട്ടുള്ള മണമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇത് പെർഫോമൻസ് സ്ട്രോങ് ആണ്. ഞാൻ ഒരു സ്പ്രേ അടിച്ചിട്ട് എനിക്ക് പിറ്റേ ദിവസം എൻ്റെ ഷർട്ടിൽ നിന്ന് മണം വന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. രാത്രി വേണം ഇത് ഉപയോഗിക്കാൻ. ഉച്ചയ്ക്കും വൈകുന്നേരം ഉപയോഗിക്കാം, രാത്രി ഉപയോഗിക്കാം. ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം. ഇത് കോംപ്ലിമെന്റ് കിട്ടുന്ന ഒരു പെർഫ്യൂമാണ്. നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന സ്പ്രേ ഒരു 8 സ്പ്രേ. സെർജോഫ് നാക്സോസ് വർക്കൗട്ട് ആയാൽ നിങ്ങൾക്ക് ഇതും വർക്കൗട്ട് ആവും. ആ ഒരു സെയിം DNA വരുന്നൊരു മണം. രാത്രി വൈകുന്നേരം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. എനിക്ക് തോന്നുന്നു യൂണിസെക്സ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം, 2 കൂട്ടർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂം. അപ്പോൾ വിന്റർ സീസണിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. വിന്റർ സീസൺ നമുക്കിപ്പോൾ ഇല്ല, അതുകൊണ്ട് രാത്രി വൈകുന്നേരം ഉപയോഗിക്കുക. അപ്പോൾ ഇത് രാവിലെയും ഉച്ചയ്ക്കും ഓഫീസിൽ യൂസ് ചെയ്യാനും പുറത്ത് പോകുമ്പോഴും ഔട്ട്ഡോർ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഷോപ്പിങ്ങിന് പോകുമ്പോൾ കൂട്ടുകാരായിട്ട് പുറത്ത് പോകുമ്പോൾ വെയിലത്ത്, അതായത് രാവിലെ ഉച്ചയ്ക്കുള്ള എല്ലാ പരിപാടിക്കും ഇത് ഉപയോഗിക്കുക. വൈകുന്നേരം രാത്രിയും ഇത് ഉപയോഗിക്കുക. അപ്പോൾ രണ്ടും ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. ബ്ലൈൻഡ് ആയിട്ട് രണ്ടും ഞാൻ റെക്കമെൻഡ്. അത് ഈ ഒരു പെർഫ്യൂം എന്നല്ല, ഏത് പെർഫ്യൂം ആണെങ്കിലും ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ തീരുമാനിക്കുക. ഇതിൻ്റെ വില വരുന്നത് എനിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പെർഫ്യൂമാണിത്. ഞാൻ റേറ്റ് എനിക്ക് മറന്നുപോയി. പറ്റുമെങ്കിൽ നിങ്ങളതൊന്ന് ട്രൈ ചെയ്തിട്ട് വാങ്ങാം. റീഫ് ബ്ലോസ്റ്റ് വാങ്ങേണ്ടത്. ഫ്രഷ് പെർഫ്യൂം, ഓഫീസിൽ യൂസ് ചെയ്യാൻ ഒരു പെർഫ്യൂം, അതുപോലെ തന്നെ ഡെയിലി ഉപയോഗിക്കാൻ ഒരു പെർഫ്യൂം.
ഡെയിലി എപ്പോൾ വേണമെങ്കിലും അടിച്ചിട്ട് പോകാൻ പറ്റുന്ന ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമായിട്ട് റീഫ് ബ്ലൂസ്റ്റ് എടുക്കുക. അതായത് ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ മാത്രം. എടുക്കേണ്ടത് സ്പൈസി, സ്വീറ്റ് അല്ലെങ്കിൽ ഇത്തിരി ലക്ഷറീസ് ആയിട്ടുള്ള മണങ്ങളോട് താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വൈകുന്നേരം രാത്രിയൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ നാക്സോസിൻ്റെ ഒക്കെ നല്ലൊരു അതേ DNA വരുന്ന പെർഫ്യൂം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെർഫ്യൂം നമുക്ക് വർക്കൗട്ട് ആവും. ഇതിൻ്റെ മണം ഇപ്പോൾ എയറിൽ നന്നായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല മണമാണ് എയറിൽ കിട്ടുന്നത്. എയറിൽ നല്ലൊരു ഹൈ ക്വാളിറ്റി നാക്സോസിൻ്റെ ഒരു സ്മെല്ല് തന്നെയാണ് എയറിൽ കിട്ടുന്നത്. സോ ഇത് രണ്ട് ടൈപ്പ് ആളുകൾക്ക് വാങ്ങാൻ പറ്റും. ഈ രണ്ട് ഇഷ്ടപ്പെടുന്നവർക്കും വാങ്ങാം. ചിലർ ഫ്രഷും രാവിലെ ഉച്ചയ്ക്ക് ഉപയോഗിച്ചിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങി രാത്രി വൈകുന്നേരം പുറത്ത് പോകുമ്പോൾ നിങ്ങൾക്കിത് ഉപയോഗിക്കാം. അപ്പോൾ രണ്ടും മാറിയും തിരിഞ്ഞ് ഉപയോഗിക്കാം. എന്നിട്ട് വർക്കൗട്ട് ആവുന്നുണ്ടല്ലോ നിങ്ങൾ നോക്കുക. താങ്ക് യു സോ മച്ച്.